ഇത് ആ സമയത്ത് ഒരുപാട് ഡിസ്കഷനിലുണ്ടായിരുന്ന ഒരു കറണ്ട് അഫെയർ ആണ്. ഇതിൽ നമുക്ക് മേജർലി ചെക്ക് ചെയ്യാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. വിത്ത് റെഫറൻസ് ടു നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് NFTs കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ അസറ്റ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ അസറ്റിൻ്റെ ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് ഫോമാണ്. അതിന് ടോക്കണൈസ് ചെയ്ത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഫോമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റിനെയാണ് നമ്മൾ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് പറയുന്നത്. ദ എനേബിൾ ദ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിസിക്കൽ അസറ്റ്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിജിറ്റൽ ഫിസിക്കൽ അസറ്റിൻ്റെ ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനാണ്. അത് യുണീക്ക് ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു യുണീക്ക് ക്രിപ്റ്റോഗ്രാഫിക് കോഡാണ്, ഒരു യുണീക്ക് ക്രിപ്റ്റോഗ്രാഫിക് ടോക്കൺ ആണ് ഈ പറയുന്ന NFT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. പിന്നെ ദേ ആർ യുണീക്ക് ക്രിപ്റ്റോഗ്രാഫിക് ടോക്കൺസ് ദാറ്റ് എക്സിസ്റ്റ് ഓൺ ബ്ലോക്ക് ചെയിൻ. ക്രിപ്റ്റോഗ്രാഫിക് ടോക്കൺ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഡെഫിനിഷൻ റൈറ്റ് ആണ്. പിന്നെ ദേ ക്യാൻ ബി ട്രേഡഡ് ഓർ എക്സ്ചേഞ്ച്ഡ് അറ്റ് ഈക്വലൻസി ആൻഡ് ദെയർഫോർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. നമുക്കറിയാം ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതൊരു കറൻസി അല്ലെങ്കിൽ മണി വാല്യൂ ഉള്ള ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ്, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കറൻസിയുടെ നേച്ചർ ഇല്ല നോൺ ഫഞ്ചിബിൾ ടോക്കൺസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻ ബി ട്രേഡഡ് ഓർ എക്സ്ചേഞ്ച്ഡ് അറ്റ് ഈക്വലൻസി ആൻഡ് ദെയർഫോർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് ബൈ ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീവേഡ് നോക്കിക്കഴിഞ്ഞാൽ നോൺ ഫഞ്ചിബിൾ ആണ്. ഫഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റ്, അതിൻ്റെ വാല്യൂസ് തമ്മിലൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാകും. അതിന് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയാണ് ഫഞ്ചിബിൾ എന്ന് പറയാം. അതിൻ്റെ വാല്യൂസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടായിരിക്കും, അതിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ടേം ഉദ്ദേശിക്കുന്ന ഫഞ്ചിബിൾ എന്ന് പറയുന്ന ടേമേ അത് തന്നെയാണ്. പക്ഷേ ഇവിടെ നോൺ ഫഞ്ചിബിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഇക്വലൻസി ഇല്ല, അതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല, അതിന് എക്സ്ചേഞ്ച് ചെയ്യാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ ഫഞ്ചിബിൾ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ചേഞ്ച് അറ്റ് ഇക്വലൻസി എന്ന് പറയുന്നത് റോങ് ആണ്. അതതിൻ്റെ കോർ ഡെഫിനിഷൻ അല്ലെങ്കിൽ കോർ നേച്ചറിലുള്ള ഡെഫിനിഷനിൽ തന്നെ റോങ് ആക്കിയേക്കുവാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 റോങ് ആണ്. ആൻസർ വന്നിട്ട് A ആയിട്ട് വരും.